നിങ്ങൾ എന്താണ് രേവതിയെ പറഞ്ഞത്? എൻ്റെ രേവതിയുടെ മനസ്സ് നിങ്ങൾ എന്ത് പറഞ്ഞാണ് വേദനിപ്പിച്ചത്? സത്യം പറ, നിങ്ങൾ രേവതി എന്താണ് ചെയ്തത്? എനിക്ക് അറിയണം, അത് അറിഞ്ഞേ പറ്റൂ. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവള് എൻ്റെ ഭാര്യയാണ്, അവൾ എന്നെ പലതും പറയും, ഞാനും അവളെ പലതും പറയും. പക്ഷേ നിങ്ങളത് കേട്ട് തുള്ളാൻ നിൽക്കണ്ട. എൻ്റെ അമ്മോ എന്ന് നമ്മുടെ സച്ചി തുടങ്ങിയിരിക്കുകയാണ്. ചന്ദ്രമതിക്ക് ഇനി ഒരു രക്ഷയില്ല. നമ്മുടെ ചന്ദ്രമതിയെ നിർത്തിപ്പൊരിക്കുകയാണ് നമ്മുടെ സച്ചി. അത് എന്തിനായിരിക്കും എന്നൊക്കെ അറിയണ്ടേ? അപ്പം നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ നന്നായിട്ട് വേദനിപ്പിക്കുകയാണ്. മരിച്ചുപോയ അച്ഛനെ വരെ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധമായിട്ട് മനപ്രയാസവും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി നിയന്ത്രണം വിട്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ദേവും അമ്മയും ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ രേവതിയെ. അവരൊക്കെ എത്ര വിളിച്ചിട്ട് നമ്മുടെ രേവതി കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അതിനുശേഷം ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു കുടം വെള്ളം കോരി തലയിൽ ഒഴിച്ചിട്ട് നമ്മുടെ രേവതി ശയനപ്രദക്ഷിണ നടത്തുകയാണ്. അങ്ങനെ ഇതെന്താണ് എന്ന് മനസ്സിലാവാഞ്ഞിട്ട് നമ്മുടെ ദേവുവിനെ കൊണ്ട് നമ്മുടെ ലക്ഷ്മി സച്ചിയെ വിളിച്ചു വരുത്തുകയാണ്. സച്ചി വന്നിട്ട് രേവതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താ രേവതി, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ദേവും അമ്മയും ആണെങ്കിൽ നമ്മുടെ സച്ചിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്തൊക്കെയോ സച്ചി പറഞ്ഞിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മുടെ രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മുടെ അമ്മയും ദേവും കൂടി പറയുന്നത്. പക്ഷേ സച്ചി എത്ര പറഞ്ഞിട്ടും അത് ആരും അംഗീകരിക്കുന്നില്ല. ഞാനൊന്നും രേവതിയെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അത് ആരും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയുടെ ശയനപ്രദക്ഷിണമൊക്കെ നമ്മുടെ സച്ചി നിർത്തുകയാണ്. അതിനുശേഷം രേവതിയെ വിളിച്ചുകൊണ്ട് ഒരിടത്ത് ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ? എന്താണ് രേവതി നിനക്കുണ്ടായ കാര്യം? എന്ത് സങ്കടമാണ് നിനക്കുണ്ടായത്? ഞാൻ പോകുന്നത് വരെ നീ ഹാപ്പി ആയിരുന്നല്ലോ, എന്താണ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ ഇത്ര ചോദിച്ചിട്ട് നമ്മുടെ രേവതി ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്, എന്തായാലും രേവതി, ഇത് നീ എന്നോട് പറഞ്ഞേ പറ്റൂ. എനിക്കറിയണം നിനക്ക് എന്താണ് ഇത്രയധികം സങ്കടം ഉണ്ടായതെന്ന്. നോക്ക്, ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് എന്നൊക്കെ നമ്മുടെ സച്ചി പറയുകയാണ്. ഇതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ മുഴുവനും ഉണ്ടായിരുന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ലാപ്ടോപ്പിൽ കുറച്ച് വർക്കുകളൊക്കെ ഇങ്ങനെ നോക്കി അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. പുള്ളിക്കാരൻ്റെ രണ്ട് കയ്യിലായിട്ട് 2 കപ്പും സോസറൊക്കെ ഉണ്ട്. അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. കൊണ്ടുവന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ശ്രുതി, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ശ്രുതി, ഞാൻ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്താ ശ്രുതി, ഉടനെ നീ ഇപ്പം തന്നെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള കാരണം? ശ്രുതി, ഇപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ? ആൻറ്റി ഒരുപാട് ക്യാഷ് മറിച്ചും തിരിച്ചുമല്ലേ നമ്മളെ ഓരോ ആവശ്യത്തിനായിട്ട് സഹായിച്ചത്. അതുകൊണ്ട് തന്നെ പലിശക്കാശൊക്കെ ഒരുപാട് കൊടുക്കാനായിട്ട് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സാലറിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കിയിട്ട് അടുത്ത മാസം തൊട്ട് ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ശരിക്കും ഒന്ന് കൺട്രോൾ ചെയ്യണം എല്ലാത്തിനും. അതായത് പൈസയൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കണം. അതിനുശേഷം കുറച്ച് പൈസ ആൻറ്റിക്ക് കൊടുക്കണം എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, എന്തിനാ ശ്രുതി നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്നേ. പൈസയൊന്നും ഇപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനൊന്നും നീ നിൽക്കേണ്ട. കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടേ നമുക്ക് ഈ കേരളം മുഴുവനും ശ്രുതിയുടെ എന്താണ് പറയുന്നത് ബ്രാഞ്ചുകൾ തുടങ്ങണമെന്നേ. അപ്പോൾ അതുകൊണ്ട് നീ പൈസയൊക്കെ ഇപ്പോഴേ സൂക്ഷിച്ച് വെച്ചോ. ശ്രുതി, നീ എന്തായി പറയുന്നത്? ആൻറ്റി എന്ത് ചെയ്യും? അമ്മ അതെങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളൂ. നീ ഒന്ന് സമാധാനപ്പെട്ട് ശ്രുതി. നീ ഒരു കാര്യം ചെയ്യും. ഇത് നല്ല ഒന്നാന്തരം സൂപ്പാണ്, നല്ല വെജിറ്റബിൾ സൂപ്പാണ്. അമ്മ ഉണ്ടാക്കി തന്നതാണ്. നീ എന്തായാലും ഇവിടെ ഒരു ജോലി ചെയ്യല്ലേ. ജോലി ചെയ്യണമെങ്കിൽ നല്ല ചുറുചുറുക്കോട് കൂടി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലേ അകത്ത് നല്ല വൈറ്റമിൻ അങ്ങോട്ട് ചെന്നേ പറ്റുള്ളൂ. നീ ഇതങ്ങോട്ട് കുടിച്ചിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഈ സൂപ്പ് വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് ചോദിക്കുകയാണ്, ശ്രുതി, ഈ സൂപ്പ് ആൻറ്റിയാണ് ഉണ്ടാക്കിയതല്ലേ? അതേ ശ്രുതി, നിനക്കത് എങ്ങനെ മനസ്സിലായി? ശ്രുതിയാണെങ്കിൽ അത് കുടിക്കുകയാണ് കേട്ടോ. കണ്ടിട്ടില്ലാത്ത നമുക്ക് പടപടാന്ന് പറഞ്ഞ് കോരി അങ്ങ് വിഴുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, അല്ല, അത് കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആൻറ്റിയാണ് ഉണ്ടാക്കിയെന്ന്. അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്? അതെ, രേവതിയാണ് ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ ഇതിനേക്കാളും നല്ലതായിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതിയുടെ മുഖം അങ്ങ് ഓടി കറുക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി
ശ്രുതി രേവതിയോട് പറയാണ്, ശ്രുതിയോട് പറയാണ്, ദേ നീ വെറുതെ ആവശ്യമില്ലാതെ രേവതിയെ പുകഴ്ത്താനൊന്നും നിൽക്കേണ്ട, നീ അതും കൂടെ കഴിച്ചേ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അതല്ല ശ്രുതി, കൊള്ളാവുന്ന സാധനമാണെങ്കിൽ ഞാൻ കൊള്ളാമെന്ന് തന്നെ പറയും, ഇല്ലാത്തതാണെങ്കിൽ ഇല്ലെന്നല്ലേ പറയാൻ പറ്റൂ എന്ന് കരുതിയിട്ട് ഇത് കൊള്ളൂലെന്നൊന്നുമില്ല, ഇത് കഴിക്കാനൊക്കെ കൊള്ളാം, പക്ഷേ രേവതീരതാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും എന്നേ ഉള്ളൂ. പിന്നെ ഇത് ഇത്തിരി സ്പൈസിയാ ശ്രുതി. ആര് പറഞ്ഞു സ്പൈസി ആണെന്ന്? ഇത് നന്നായിട്ടുണ്ട് ശ്രുതി. അല്ലെന്നേ, ഇത് നന്നായില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ രേവതിയാണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഓ, നീ വെറുതെ ആവശ്യമില്ലാതെ അവളെ പുകഴ്ത്താനൊന്നും നിൽക്കേണ്ട, എനിക്കത് കേൾക്കുമ്പോൾ ഇഷ്ടമേ അല്ല. ദേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവൾക്ക് അങ്ങനെയുള്ള ഒരു കഴിവും ഇല്ലെന്നേ. അങ്ങനെയൊന്നും പറയണ്ട, അവൾ കുക്കിങ്ങിലൊക്കെ നല്ല മിടുക്കത്തിയാണ്, അവൾ പാചകം ചെയ്യുന്ന ഭക്ഷണം ഉണ്ടല്ലോ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ആ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ചില നേരത്തുള്ള അവൾക്കുള്ള നോട്ടവും രീതികളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്നാലും സത്യം തുറന്ന് പറയണമല്ലോ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയണം. അപ്പോൾ ശ്രുതി പറയണേ, ദേ ശ്രുതി, നിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല. നീ ആരാ, അവൾ ആരാ? ദേ നിനക്കില്ലാത്ത കഴിവുകളില്ലല്ലോ. നീ നന്നായിട്ട് ഡാൻസ് കളിക്കും, പിന്നെ ഉഴിച്ചിലും പിഴിച്ചിലും എല്ലാം നടത്തും, ബ്യൂട്ടി പാർലറിലെ വർക്കുകൾ ചെയ്യും, യോഗ ചെയ്യും. ഈ കഴിവ് എങ്ങനെ അവൾക്കുണ്ടോ? അവൾക്ക് കുക്കിംഗ് ചെയ്യാൻ മാത്രമല്ലേ അറിയാവൂ. അതുകൊണ്ട് നീ വെറുതെ അവളെ പുകഴ്ത്തിയിട്ട് നീ ചെറുതാവാൻ നോക്കണ്ട. നീയാണെങ്കിൽ മാസല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കണം, മാസോ? ഞാനോ? അതെന്താ? അതെ ശ്രുതി, നീ മാസ് തന്നെയാ, അട്ടിപ്പൊളി മാസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ശ്രുതിയോട് ശ്രുതി പറയണം, അല്ല നിനക്ക് സൂപ്പ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറഞ്ഞത്, എന്നാൽ ഇങ്ങോട്ട് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഇച്ചിരി എരി കൂടുതലാണ്, എരി കൂടുതലുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി എന്താ പറയുന്നത് സൂപ്പ് മേടിച്ച് അതും കൂടി അങ്ങ് കുടിക്കുകയാണ്. എന്നിട്ട് പറയണേ, വളരെ നന്നായിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നീയല്ലേ പറഞ്ഞ് കൊള്ളില്ല എന്ന്. കൊള്ളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എരി കുറച്ച് കൂടുതലാണ് അതാ പറഞ്ഞത്. എരിയൊക്കെ പാകത്തിനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇത് നല്ല മധുരം. മധുരമോ? സൂപ്പോ? അതെ, നീ ചിലപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കിയായോണ്ടായിരിക്കും, നല്ല മധുരമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ്, സച്ചിയുടെ കാറിൽ വരികയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇറങ്ങാൻ വയ്യ, നല്ല അവശതയിലാണ് രേവതി. ശയന പ്രദക്ഷിണമൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ദേഹത്തെ ഉടവും ചതവും വേദനയൊക്കെ ഉണ്ട് രേവതിക്ക്. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ മെല്ലെ നമ്മുടെ രേവതിയെ പിടിച്ചിറക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സച്ചി നടന്നു വരുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി കാണുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ഇങ്ങനെ ദഹിപ്പിക്കുന്ന കണക്കൊരു നോട്ടം നോക്കുകയാണ്. അപ്പോൾ ആ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പന്തിയല്ല എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി മെല്ലെ അവിടെ നിന്ന് ഇങ്ങനെ മുങ്ങിപ്പോവുകയാണ്. പിന്നാലെ നമ്മുടെ സച്ചി കൂടെയുണ്ട്. സച്ചി രേവതി അവിടെ അങ്ങോട്ട് വിടുകയാണ്. എന്നിട്ട് കയറി അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് നിൽക്കവിടെ, എവിടെ പോകുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി അവിടെ നിൽക്കുകയാണ്. ചന്ദ്രമതി ചോദിക്കണം, എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കണം, നിങ്ങളിവിടെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതിയോട് സച്ചിയോട് ചന്ദ്രമതി പറയണേ, ഞാൻ ഇവളെ എന്ത് പറഞ്ഞു എന്നാണ്? ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞില്ലെന്ന്? നിങ്ങൾ എന്തോ ഇവളെ പറഞ്ഞു, ഇവളെ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ ഇവളുടെ മനസ്സ് വിഷമിപ്പിച്ചു, അതുകൊണ്ടാണ് അവളിങ്ങനെ വേദനിച്ച് നിൽക്കുന്നത്. എന്താ കാര്യം? നിങ്ങൾ എന്താ അവളെ പറഞ്ഞത്? എനിക്ക് അറിയണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണേ, ഭാര്യ പറഞ്ഞു തരുന്ന ഏഷണിയും കേട്ടിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കല്ലേ, ഞാൻ അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നീ അവളോട് ചോദിക്കേ. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടാതിരിക്കുന്നു. കണ്ടില്ലേ, ഇവൾ എന്തൊക്കെയോ പറഞ്ഞ് പിരി കയറ്റി ഏഷണി കയറ്റി അവനെ കൊണ്ട് വന്നിരിക്കുക എൻ്റെ മുന്നിലേക്ക് എന്നെ തല്ലിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ഉടനെ രേവതി പറയണേ, ഇല്ലമ്മേ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നിങ്ങനെ രേവതി പറയണം. അപ്പോൾ ഉടനെ പറയണേ, നീ പറഞ്ഞു കൊടുക്കോടി, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ, ഞാൻ പറഞ്ഞതും പറയാത്തതും എല്ലാം കയ്യിൽ നിന്നിട്ട് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, അവൾ എന്നോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഓ എന്നാ നിർത്തടാ, അവളൊന്നും പറയാതിരുന്നിട്ട് നിന്റെ വായി തോന്നുന്നത് നീ വന്ന് ഊഹിച്ച് സംസാരിക്കുകയാണോ എന്നോട്? അപ്പോൾ ഉടനെ സച്ചി പറയാണ്, ഊഹിച്ചൊന്നും അല്ല, എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. ഞാൻ ഇവിടെ നിന്ന് രാവിലെ പോകുന്നത് വരെ രേവതി ഹാപ്പി ആയിരുന്നു, പിന്നീടാണ് അവൾക്ക് നല്ല വിഷമം ഉണ്ടായത്, അതിന് കാരണം നിങ്ങളാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും കൂടി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. വന്നിട്ട് ശ്രുതി അമ്മയോട് ചോദിക്കണം, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, എനിക്കറിയില്ല. അപ്പോൾ ഉടനെ ശ്രുതി സച്ചിയോട് ചോദിക്കണം, സച്ചി എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കണം. അപ്പോൾ ഉടനെ സച്ചി പറയണം, നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചാടാ, പോടാ നിൻ്റെ പാട്ടിന്, നീ മിണ്ടിപ്പോരത് ഒരക്ഷരം,
ദേ എൻ്റെ കൺവെടുത്ത് അങ്ങനെ വന്നാലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി അങ്ങ് മാറി നിൽക്കുകയാണ്. ശ്രുതിയുണ്ട് അപ്പം. അപ്പോൾ രേവതിക്കാണെങ്കിൽ ഇങ്ങനെ ഒട്ടും വയ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി പറയാണ്, എടാ നീ ഇവളുടെ വാക്കും കേട്ടോണ്ട് നീ എന്നോട് സംസാരിക്കാൻ വരരുത്. ഞാൻ നിൻ്റെ ഭാര്യയെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ സച്ചി പറയണം, നിങ്ങൾ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയാം, ഇവളത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ എനിക്കറിയണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി പറയാണ്, ഞാൻ പറയാത്തതും പറഞ്ഞതും ഒക്കെ ഇവള് പറഞ്ഞു തരും, ഇവള് അതാണ് സാധനം, ഇവളെ ആർക്കറിഞ്ഞൂടാ എന്നൊക്കെ പറയാണ്. എടാ നീ അത്ര നല്ല പിള്ളയൊന്നും ആവണ്ട. നീ ഇന്നലെ വരെ ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടിയത്? നീ ഇന്നലെ എന്തെല്ലാം ഇവളെ പറഞ്ഞു? എന്തിന് കൂടുതൽ പറയുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ കുടമെടുത്ത് അവളെ തലക്കടിക്കാൻ വരെ നീ തുടങ്ങിയില്ലേ? നീയാണോ ഇപ്പോൾ എന്നോട് വന്ന് സംസാരിക്കുന്നത്? നീ പിടിച്ചു തള്ളിയില്ലേ അവളെ? അവൾ എന്തൊക്കെ പറഞ്ഞു? അവളാണ് നിൻ്റെ എന്താ പറയുന്നത്, നിൻ്റെ കാലക്കേട് അവളാണെന്ന് വരെ, നിൻ്റെ രാശിയില്ലാത്തത് ഇവള് കാരണമാണെന്ന് വരെ നീ പറഞ്ഞില്ലേ? നീയാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി സച്ചിയുടെ വായ അടപ്പിക്കാനായിട്ട് നോക്കുകയാണ്. സച്ചി ഒരു രക്ഷയില്ല. സച്ചി അപ്പം തന്നെ ഇങ്ങനെ നമ്മുടെ രേവതിയെ ഇങ്ങനെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നു, ദേ ഇവള് എൻ്റെ ഭാര്യ, ഇവളെ ഞാനങ്ങനെ പലതും പറയും, ഇവള് എന്നെയും പറയും, നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ ഇവളെ ഒരക്ഷരം പറഞ്ഞു പോകരുത്. ഇവളെ ആര് പറഞ്ഞാലും, ഇവളുടെ മനസ്സ് ആര് വേദനിപ്പിച്ചാലും അവിടെ ഞാൻ ചോദിക്കാൻ ഞാനുണ്ട് എന്ന് തന്നെ ഇങ്ങനെ പറയുകയാണ്. ചന്ദ്രമതി ആകെ ചൂളിപ്പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വെപ്രാളം പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പിന്നെ അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയോട് പറയണേ, മോളെ ശ്രുതി, നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് രണ്ടുപേർക്കും പുറത്തേക്ക് ഒന്ന് പോകണം, ചില സാധനങ്ങളൊക്കെ മേടിക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ശ്രുതി ഇപ്പം റെഡിയാവും അമ്മേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നൈസിന് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് സച്ചി പറയണേ, നിൽക്കവിടെ, അവിടെ നിൽക്ക്, കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങളെ ഇവിടെ നിന്ന് ഉത്തരം നൽകാതെ മുങ്ങാനുള്ള പുറപ്പാടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഇപ്പം നിങ്ങൾ മുങ്ങണ്ട, ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണേ. അപ്പോൾ ചന്ദ്രമതി പറയണേ, എനിക്കെന്ത് മറുപടി പറയാൻ? നീ പോടെ ഇറക്കാം, എനിക്കൊന്നും പറയാനില്ല. ഭാര്യ പറഞ്ഞു തന്ന വിഷവും ഓതി കേട്ടോണ്ട് വന്നിരിക്കുന്നവൻ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരു പോക്കങ്ങ് പോവുകയാണ്. അപ്പോൾ രേവതി ഉടനെ തന്നെ സച്ചിയോട് പറയണം, നിങ്ങൾ വരും, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതി നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ വീഴാൻ പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതിയെ പിടിച്ചോണ്ട് സച്ചി മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയെ പിടിച്ച് കട്ടിലിരുത്തുകയാണ്. അങ്ങനെ സച്ചി വന്നിട്ട് അടുത്തിരുന്നിട്ട് ചോദിക്കണേ, എന്താ രേവതി കാര്യം? ഇവിടെ എന്താ ഉണ്ടായത്? എന്താണെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞുകൂടെ? ഒന്ന് തുറന്ന് പറയേ. നീ ഇങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാൽ ഞാൻ എങ്ങനെയാണ് അറിയുക? ഒന്ന് പറയേ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ രേവതി ഒന്നും മിണ്ടുന്നില്ല. രേവതി പറയണം, ഒന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, ഒന്നുമില്ലാതെയൊന്നുമില്ല, നീ എന്തിനാ കരയുന്നത്? നിനക്ക് മനസ്സിന് നല്ല വേദന ഉണ്ടായിട്ടുണ്ട്, അതാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത്. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രേവതി പറയണം, ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരുപാട് കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ, നിങ്ങൾ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, നീ എന്നോട് ഒന്നും പറയില്ലെന്ന് ഉറപ്പിച്ചു അല്ലേ? പറയില്ലെന്നുള്ള വാശിയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ നമ്മുടെ സുധിയും ഒരുങ്ങി റെഡിയായിട്ട് ഇരിക്കുകയാണ്. അവർ പോകാനായിട്ട് ഇറങ്ങി റെഡിയായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്തിന് തന്നെ നമ്മുടെ ചന്ദ്രമതിയും റെഡിയായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രമതി നേരെ പോയിട്ട് മേശയുടെ ഡ്രോയർ തുറന്നിട്ട് ഒരു കെട്ട് നോട്ട് എടുക്കുകയാണ്. ആ നോട്ടും കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ആ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഒരു കോള് വരികയാണ്. കോള് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഓട്ടം പോകാനായിട്ട് സച്ചിയെ വിളിക്കുകയാണ്. അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ്, നീ എന്തായാലും ഒന്നും എന്നോട് പറയില്ല എന്ന് ഉള്ള വാശിയിലാണല്ലോ, ശരി നീ പറയണ്ട, എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ, ഞാൻ വരുമ്പോൾ എനിക്കിത് പറയണം, നീ എന്താണ് കാര്യമെന്നുള്ള കാര്യം എനിക്കറിയണം എന്നിങ്ങനെ പറയണം. എന്നിട്ട് സച്ചി രേവതിയോട് പറയണം, രേവതി, നിൻ്റെ ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്, നീ ഈ സാരിയൊക്കെ മാറി വേറൊരെണ്ണം എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ താഴെ ഭക്ഷണം ഉണ്ടാവും, നീ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് നീ ഇവിടെ വന്ന് കിടക്ക്, നിനക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിനാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതിയും കൂടി വരികയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയോട് ശ്രുതി പറയണേ, എന്താ അമ്മ ഇവിടെ കാര്യം? രേവതിക്ക് സുഖമില്ലെന്ന് തോന്നുന്നല്ലോ, രേവതിയുടെ മുഖമൊക്കെ കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ട്, ആകെ ഡള്ളായിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണേ, അവൾക്ക് എന്ത് കുഴപ്പം? അവൾക്ക് ഒരു കുഴപ്പമില്ല മോളെ, അവൾക്ക് ഈ ജോലിയൊക്കെ ചെയ്യാനുള്ള മടിയാണ്, അതുകൊണ്ട് അവളിങ്ങനെ ഓരോന്ന് കാണിക്കുന്നതാണ്, കണ്ടില്ലേ, അവനെ ഓരോന്ന് പറഞ്ഞ് കുത്തി തള്ളി ഇളക്കി വിട്ടിരിക്കുക അവൾ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയോട് നമ്മുടെ ശ്രുതി പറയണേ, അല്ലമ്മേ
ഭാവി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മോളെ, നമുക്കേ ആ പലിശക്കാരനെ ഒന്ന് കാണണം. എന്നിട്ട് അയാൾക്ക് കുറേ മാസത്തെ പലിശയൊക്കെ ഉണ്ടല്ലോ കൊടുക്കാൻ. അപ്പോൾ ആ പലിശയൊക്കെ ഒന്ന് കൊടുക്കണം. അയാളാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുള്ള ആളല്ല. അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം, കടയിൽ പോയിട്ട് ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, അങ്ങനെയാണെങ്കിൽ അമ്മേ ഞാനും കൂടി വരുന്നുണ്ട് ശ്രുതിക്കൊപ്പം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണേ, നീയോ മോനെന്തിനാ വരുന്നത്? അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, വേണ്ട ശ്രുതി, നീ ഇപ്പം എങ്ങോട്ടും വരണ്ട. നീ ഒന്നാമത് ഇപ്പം തന്നെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ലീവ് എടുക്കുന്നത് ശരിയല്ല. അത് കുഴപ്പമില്ല ശ്രുതി, അത് കുഴപ്പമുണ്ട്. നീ പോയി ജോലിക്ക് പൊയ്ക്കോ. വേറെ നീ ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനും അമ്മയും കൂടി പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ചന്ദ്രമതിയും രേവതിയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അവരെങ്ങോട്ടൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ സച്ചി കാറ് തുടയ്ക്കുകയാണ്. കാറ് തുടയ്ക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ പുച്ഛം തോന്നുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതിയോട് പറയാണ്, മോളെ ശ്രുതി, നീ മേടിക്കാനിരിക്കുന്നത് ഇതിനേക്കാളും നല്ല അട്ടിപ്പൊളി കാറല്ലേ മോളെ? ഇതുപോലെയുള്ള തല്ലിപ്പൊളി കാറൊന്നും മോള് മേടിക്കണ്ട കേട്ടോ. നല്ല അടിപൊളി കാറ് വേണം മേടിക്കാനുള്ളത്. മോളെ സ്റ്റാറ്റസിന് പറ്റിയ കാറ് വേണം മേടിക്കാനുള്ളത് എന്ന് പറയണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അമ്മേ എൻ്റെ കാറ് ഈ മോഡൽ കാറല്ല അമ്മേ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, ഈ കാറൊന്നും മനുഷ്യരായിട്ടുള്ളൊരു കെയറോ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സച്ചി അങ്ങോട്ട് തുറിച്ച് നോക്കിയതിന് ശേഷം കാറ് തുടച്ചിരുന്ന ആ ടവലങ്ങ് മാറ്റിയിട്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ടൊരു പോക്കങ്ങ് പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയണം, അമ്മേ രേവതിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. അവൾക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ അമ്മേ. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, നിനക്ക് എന്താ മോളെ, നീ എന്തിനാ തിരക്കുന്നത്? അതൊക്കെ അവളുടെ വെറും അടവാണ്. അല്ലമ്മേ, അവളെ കണ്ടിട്ട് എന്തോ വയ്യായിക ഉള്ള കണക്ക് തോന്നുന്നു. നമ്മൾ ഒന്നും ചോദിച്ചില്ലെന്ന് വരണ്ടല്ലോ. വേണ്ട, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നീ വെറുതെ അവളുടെ മുന്നിൽ താഴാനൊന്നും നിൽക്കണ്ട. നീ വാ, നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെയും കൂട്ടി പോവുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി മുറിയിലിരുന്ന് ഇങ്ങനെ കരയുകയാണ്. ഓരോന്നോർത്തിട്ടാണ് നമ്മുടെ രേവതി കരയുന്നത്. അതായത് ദേവുനെയും ശ്രീകാന്തിനെയും ചേർത്തിട്ട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങൾ, നിൻ്റെ അനിയത്തിക്ക് പൂകെട്ടലല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അച്ഛനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഓർത്തിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി ഓർക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയോട് തൊട്ട് മുമ്പ് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞ ആ ഒരു കാര്യം, എടി നീ ഓരോന്ന് ഓതി കൊടുത്തിട്ട് നീ ഇവനെ എന്നെ തല്ല് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ? ഭാര്യ പറഞ്ഞതും കേട്ടുകൊണ്ട് എന്നോട് വഴക്കിന് വരികയാണോ? അങ്ങനെയൊക്കെ ചന്ദ്രമതി പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ രേവതി ഇങ്ങനെ ഓർക്കുകയാണ്. ഇതൊക്കെ ഓർത്തിട്ട് രേവതി ഇങ്ങനെ ഇരുന്ന് പൊട്ടി വിങ്ങി കരയാണ്. അതിനുശേഷം രേവതി പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇരുന്നിട്ട് രേവതിക്ക് എപ്പോഴും രേവതിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ്. അതാകെ വിഷമമാവുകയാണ് രേവതിക്ക്. അങ്ങനെ രേവതി അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ രേവതി കയറി കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിയും കൂടി തിരിച്ചു വരികയാണ്. വരുമ്പോഴത്തേക്ക് വന്ന് ലൈറ്റൊക്കെ ഇട്ടു, അകത്ത് കയറി. അപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ നിറയെ ഡ്രസ്സുകളാണ്. ഡ്രസ്സിൻ്റെ കവർ പാക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ കയറിയിട്ട് അകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് പറയണേ, മോളെ ശ്രുതി, എന്തായാലും ആ പലിശക്കാരൻ പറഞ്ഞതൊക്കെ മോള് കേട്ടതല്ലേ? അയാളാണെങ്കിൽ ഒരു ദുഷ്ടനാ. അയാൾക്കാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പലിശയുടെ കാര്യത്തിൽ ഒരു മനസാക്ഷിയില്ലാത്ത മനുഷ്യനാ. എന്തൊക്കെയാ അയാൾ പറഞ്ഞത്? അത് ഞാൻ കേട്ടു അമ്മേ. ശരിയാ അമ്മ പറഞ്ഞത്. മോളെ, എന്തായാലും എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് പ്രമാണം ഇങ്ങ് തിരിച്ചെടുക്കണം. മുതലും പലിശയൊക്കെ കൊടുക്കണം. അല്ലെങ്കിലുണ്ടല്ലോ ആകെ പ്രശ്നമാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതെ ആൻറ്റി, അത് തന്നെ ചെയ്യേണ്ടത്. മോളെൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ലെന്ന് ആൻറ്റിക്ക് അറിഞ്ഞൂടെ? പിന്നെ മോൾ അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ആധാരം പണയത്തിൽ നിന്ന് എടുക്കുന്നതിനെ കുറിച്ചൊന്നും ആൻറ്റിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ അങ്ങ് തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, മോളെ, ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ ബ്ലേഡുകാരൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ആകെ ടെൻഷനായി, ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അതെ ആൻറ്റി, എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പർച്ചേസിങ്ങിന് പോയത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആൻറ്റി, നമ്മൾ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ പിരിമുറുക്കത്തിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, അത് മാറണമെങ്കിൽ ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ നമ്മൾ പർച്ചേസിങ്ങിന് പോകണം. പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ നോക്കി പറക്കി എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ ആ ഒരു ടെൻഷനേ അങ്ങ് മാറും.
മനസ്സങ്ങ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. ആൻറ്റി നല്ല ടെൻഷനിലായിരുന്നില്ലേ, ഇപ്പം അതൊക്കെ മാറി ആൻറ്റി നല്ല ഹാപ്പി ആയില്ലേ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ്, എൻ്റെ ദൈവമേ ഇവൾ എന്തൊക്കെയായി പറയുന്നത്, ആയി മോളെ ആയി എന്നിങ്ങനെ പറയുകയാണ്. ചന്ദ്രമതി പറയുകയാണ്. ചന്ദ്രമതിയുടെ മനസ്സ് കിടന്ന് ഇങ്ങനെ ഇളകി മറിയുകയാണ്. അങ്ങനെ ചന്ദ്രമതി പറയണേ, ഈശ്വര ഞാൻ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ആധാരം ഇവരാരും അറിയാതെ അങ്ങ് തിരിച്ചെടുക്കണം, അല്ലാതെ ഒന്നും ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു മോളെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കണേ, ആൻറ്റിക്ക് മേടിച്ച ആ സാരി ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? ആ ഇഷ്ടപ്പെട്ടു മോളെ, മോളെ എടുത്തതല്ലേ, മോളെ സെലക്ഷൻ അല്ലേ, അത് മോശമാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, ആൻറ്റി എന്നാലും ആ സാരിയുടെ മേലൊക്കെ എഴുതിയിരുന്ന വിലയുണ്ടല്ലോ, സാധാരണ നമ്മൾ ഏത് കടയിൽ ചെന്ന് കഴിഞ്ഞാലും അവരെഴുതി ഒട്ടിക്കുന്ന വിലയിൽ നിന്നും 1 രൂപ പോലും അവർ താഴ്ത്തി തരത്തില്ല. പക്ഷേ ആൻറ്റി എത്ര വിദഗ്ധമായിട്ടാണ് നിന്ന് വിലപേശി വില കുറച്ച് മേടിച്ചത്, എനിക്ക് അത്ഭുതം തോന്നിയത് കണ്ടപ്പോഴത്തേക്ക് എന്നിങ്ങനെ പറയണ്. അപ്പോൾ ഉടനെ തന്നെ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണ, അതാണ് മോളെ സാമർഥ്യം എന്നിങ്ങനെ പറയണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശ്രുതി പറയുകയാണ്, ഓ ആൻറ്റിയെ സമ്മതിച്ചിരിക്കുന്നു, ആൻറ്റി ഉണ്ടല്ലോ ഇവിടെ നിന്ന് ജീവിക്കേണ്ട ആളേ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഉണ്ടല്ലോ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ ആൻറ്റി വേറെ ലെവലായേനെ എന്ന് പറയണ്. അപ്പോൾ ചന്ദ്രമതി പറയണ്, അതേ മോളെ ഞാൻ വേറെ ലെവലായേനെ എന്നിങ്ങനെ ചന്ദ്രമതി പറയണ്. അപ്പോൾ ഉടനെ തന്നെ എന്താണ് ശ്രുതി പറയണം, ശരിയാ ആൻറ്റി എന്തിനാ ഈ വീട്ടിൽ ഇങ്ങനെ തളച്ചിട്ടിരുന്നത്, ആൻറ്റിക്ക് ബിസിനസ് രംഗത്തേക്കൊക്കെ ഇറങ്ങിക്കൂടായിരുന്നോ, ആൻറ്റി എങ്കിലുണ്ടല്ലോ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരിയായി തീർന്നേനെ. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയണം, അതേ മോളെ രവിയേട്ടനെ കെട്ടിയത് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, ആ മനുഷ്യന് ഒന്നിനോട് ഒരു താല്പര്യമില്ല, അയാളെ കൂടെ കൂടിയത് കാരണം എൻ്റെ എല്ലാ കഴിവുകളും നശിച്ചു മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ ആൻറ്റി എന്നും പറഞ്ഞിട്ട് ശ്രുതി മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, മോളെ പെട്ടെന്ന് ഫ്രഷായിട്ട് വാ കേട്ടോ, ഭക്ഷണമൊക്കെ കഴിക്കാം, നമുക്ക് നല്ല വിശപ്പുണ്ടായിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണം. അങ്ങനെ ശ്രുതി അങ്ങോട്ട് കയറി പോകുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രമതിയെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞൊരു പുജ്ഞത്തോടു കൂടി നോക്കിയിട്ട് നമ്മുടെ ശ്രുതി കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി തന്നെത്താനെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ബിസിനസ്സിലേക്ക് അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ വേറെ ലെവലായേന, എൻ്റെ എല്ലാ കഴിവുകളും രവിയേട്ടൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ചന്ദ്രമതി. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി നേരെ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് ചെന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ഓരോന്നിൻ്റെ അടപ്പൊക്കെ പൊക്കി നോക്കുകയാണ്. ഓരോന്നിൻ്റെ ഓരോ പാത്രത്തിൻ്റേതായിട്ട് ഇങ്ങനെ അടപ്പുകളൊക്കെ പൊക്കി നോക്കിയിട്ട് നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല, ഒന്നും വച്ചിട്ടില്ല. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരിക്കുന്നത് പോലെ എല്ലാം നീറ്റായിട്ടിരിക്കുകയാണ്, ഒന്നും വച്ചിട്ടില്ല. അങ്ങനെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി മനസ്സിൽ പറയണം, ഇവളിത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും നേരം, ഈശ്വര വയറ് വിശന്നിട്ട് സഹിക്കാനും വയ്യ, ശ്രുതിക്ക് നല്ല വിശപ്പായിട്ടുണ്ടാവും, ഇവൾ ഇത്രയും നേരം ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എടി രേവതി എന്ന് വിളിച്ചിട്ട് അലറിക്കൊണ്ട് ചന്ദ്രമതി അകത്തേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്താണെങ്കിൽ രേവതി ആണെങ്കിൽ ഇങ്ങനെ പനിച്ച് പൊരിഞ്ഞ് വയ്യാണ്ട് ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി മുറിയിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് അങ്ങനെ മുറിയിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ചന്ദ്രമതിയുടെ അലർച്ച കേട്ടിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കണേ, എന്താ ആൻറ്റി, എന്തിനാ ആൻറ്റി ഒച്ച എടുക്കുന്നത്? മോളെ ശ്രുതി, ഇവളുണ്ടല്ലോ രേവതി നമുക്ക് പണി തന്നടി, അവൾ ഇത്ര നേരമായിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഒന്നും വച്ചുണ്ടാക്കിയിട്ടില്ല, പാത്രങ്ങളെല്ലാം കാലിയായിട്ടിരിക്കുകയാണ്, അവൾ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ കാണിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അല്ല ആൻറ്റി നമ്മൾ പോകുന്ന സമയത്തെ രേവതി ആകെ ഡള്ളായിട്ടിരിക്കുകയായിരുന്നു, അവൾക്ക് എന്ത് സുഖമില്ലെന്ന് തോന്നുന്നു, എനിക്ക് പോയ സമയത്ത് എനിക്കങ്ങനെ തോന്നിയതാണ്. അങ്ങനൊന്നും ഇല്ല മോളെ, അതൊക്കെ അവളുടെ വെറും അഭിനയമാണ്, അടവ്, അടുക്കളയിൽ കയറാൻ മടിച്ചിട്ട് അവൾ കാണിച്ചു കൂട്ടുന്നതാണ്, ഇന്ന് ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട്, വച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നേരെ മുറിക്കകത്തേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അടുത്ത് ചെന്നോണ്ടേ എടി എന്നൊരു വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ രേവതി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ രേവതി ചോദിക്കണേ, എന്താ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നീ എന്താടി, നീ ഇവിടെ എന്തെടുക്കുക, നീ ഇവിടെ എന്താ ശപ്രപഞ്ചക്കെട്ടിൽ ഇങ്ങനെ കിടക്കുകയാണോ, നിനക്കെന്താ അടുക്കളയിൽ കയറി ഒന്നും വച്ചുണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നോ, ഞങ്ങൾക്ക് വിശക്കൊന്നും നിനക്ക് അറിയില്ലായിരുന്നോ എന്നൊക്കെ 100,000 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണേ, അമ്മേ എനിക്ക് ഒട്ടും വയ്യ അമ്മേ, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് രേവതി മെല്ലെ താങ്ങി പിടിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതി ചുമയ്ക്കുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്. രേവതി പറയണം, അമ്മേ എനിക്ക് തീരെ വയ്യ അമ്മേ, എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാഞ്ഞത്.
എടി ഈ അടവൊക്കെ നീ എന്നോട് എടുക്കണ്ട. നിനക്ക് അടുക്കളയിൽ കയറാൻ വയ്യാഞ്ഞിട്ട് നീ മനഃപൂർവ്വം അല്ലേടി ഇത് കാണിച്ചത്, നീ കള്ളമല്ലേടി കാണിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. രേവതി പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാണ്ടാവുകയാണ്. ശ്രുതിക്കത് ഇഷ്ടപ്പെടുന്നില്ല, വിഷമം തോന്നുകയാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ രേവതിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ ഇനി നാളെ അറിയാം എന്താണ് സംഭവിക്കുക. നമ്മുടെ രേവതി എങ്ങനെയൊക്കെ കാണിക്കുന്നതും കണ്ടിട്ട് നമ്മുടെ സച്ചി വരുമോ, അവിടെ ആകെ ഭൂകമ്പം ഉണ്ടാവുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം. നമ്മുടെ ചന്ദ്രമതിയുടെ ഈ അഹങ്കാരത്തിന് എന്ത് ശിക്ഷ കൊടുക്കണം? ഈ ചന്ദ്രമതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളണം, ബെല്ലിലേക്ക് അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.